മലപ്പുറം കരുവാരക്കുണ്ടിലെ 14-കാരിയുടെ കൊലപാതകത്തിന് കാരണം ആൺസുഹൃത്തിന്റെ സംശയം. പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയം ആൺസുഹൃത്തിനുണ്ടായിരുന്നു. തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കിയ 16-കാരനായ പ്രതിയെ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാം, ഇന്നലെ തന്നെ ഈ 16-കാരൻ കുറ്റസമ്മതം നടത്തിയിരുന്നു. ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്? സുരേഷ്, എന്തായാലും 16 വയസ്സുകാരന് പ്രതിയായ 16 വയസ്സുകാരനെ ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ രാവിലെയോടുകൂടി ഹാജരാക്കിയതിന് ശേഷം കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചുരുളഴിക്കാനുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് സംഘം ഇപ്പോൾ അന്വേഷണം വ്യാപകമാക്കിയിരിക്കുന്നത്. അതായത് ഈ കൃത്യത്തിന് മറ്റാരുടെയെങ്കിലും പങ്കാളിത്തം കൂടി ഈ പ്രതിയായ 16-കാരൻ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോലീസ് സംഘം എത്തുകയും ചെയ്യും. ഇതിന് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തുടങ്ങുകയും ചെയ്യുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടുകൂടി തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാനാണ് നിലവിൽ ആശുപത്രി അധികൃതർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ ആൺകുട്ടിയുടെ, അതായത് ഈ പ്രതിയായ 16 വയസ്സുകാരൻ്റെ മൊഴിയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, പോലീസിന് മുൻപാകെ നൽകിയിരിക്കുന്ന മൊഴിയിലുള്ളത്, അതായത് ഈ പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു. ഇതിൽ സംശയം പൂണ്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പറയുന്നത്. എന്നാൽ ഇത് ഇത്തരത്തിൽ കള്ളമാണെന്നാണ് ഈ കുട്ടിയുടെ, അതായത് കൊല്ലപ്പെട്ട കുട്ടിയുടെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഇതിൽ നിന്ന് ഈ 16-കാരൻ ലഹരിക്ക് അടിമയായിരുന്നു. നിരന്തരം വീട്ടിൽ വന്ന് ഇത്തരത്തിൽ ബഹളമുണ്ടാക്കുന്നത് പതിവായിരുന്നു. ഈ ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി തവണ പോലീസിലടക്കം പരാതി നൽകിയത്, ആ പരാതികളുടെ അടക്കം കൈവശം ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ബന്ധുക്കൾ ഇപ്പോൾ രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം, സങ്കടകരമായ ഒരു സംഭവമാണ് ഇന്നലെ മലപ്പുറം തൊടിയപുരത്ത് അരങ്ങേറിയിരിക്കുന്നത്. എന്തായാലും 16 വയസ്സുകാരൻ്റെ പിന്നിൽ കൂടുതൽ പേരുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കും അന്വേഷണത്തിലേക്കും ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. സുരേഷ്, ശരി. ശ്യാമപ്രസാദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.